നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ ശരീരം അടക്കൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 42 മുതൽ 46 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ച് അറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിക്കൽ ഒരു കല്ലും ഉരുട്ടി വെച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ സന്തത സഹചാരികൾ 12 പേര് അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളായിരുന്നു. അതുപോലെ യേശുവിനെ വീടുകളിൽ സ്വീകരിച്ചവരും യേശുവിനെ അനുഗമിച്ചവരുമൊക്കെ ദരിദ്രരും ബുദ്ധിമുട്ടുള്ളവരുമൊക്കെ ആയിരുന്നു. എന്നാൽ യേശുവിൻ്റെ മരണത്തോടെ കാര്യങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. യേശു ദൈവരാജ്യം സ്ഥാപിക്കും എന്ന് ഒക്കെയാണ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. മരണത്തോടെ ആ പ്രതീക്ഷ മങ്ങിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് ആളുകൾ ഈ പ്രസ്ഥാനത്തോട് ബന്ധപ്പെടാതിരിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ബന്ധപ്പെടുന്നവരുടെ എണ്ണം കുറയുകയാണ് വേണ്ടത്. യോഗ്യന്മാരൊന്നും ബന്ധപ്പെടാനുള്ള സാധ്യത ഇല്ലതാനും. നേരെ മറിച്ചാണ് സംഭവിച്ചത്. ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ വലിയവനായിരുന്നു മരിച്ച യേശു. കാരണം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. യേശു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്നുള്ളത് ശരിയാണ്. പ്രവചനത്തിൻ്റെ നിവൃത്തിയായി ജനിച്ചു, അതും ശരിയാണ്. യേശു അത്ഭുതം ചെയ്തു, അത് ശരിയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. കാരണം പാപിയായ മനുഷ്യനാണ് മരിക്കേണ്ടത്. മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടും ശാരീരിക മരണവും മരണശേഷമുള്ള നരകവും എല്ലാം അതിലുണ്ട്. ആദാമിനോട് ഈ പഴംതിരുനാളിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് വേർപെടും, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും, സ്വർഗം വിട്ട് നരകത്തിൽ പോകാൻ ഇടയായിത്തീരും. അങ്ങനെ ഒരു വേർപാടുണ്ടാകും, 2ാം മരണം. ഇതൊക്കെയാണ് ആദാമിനോട് പറഞ്ഞത്. ആദാമിൻ്റെ സന്തതി പരമ്പരകളായ ദൈവമില്ലാത്ത അല്ലെങ്കിൽ മരണശേഷം നരകം അനുഭവിക്കേണ്ട ആളുകളെ രക്ഷിക്കണമെങ്കിൽ വെറുതെ ഞാൻ എൻ്റെ പ്രമാണം മാറ്റിയിരിക്കുന്നു എന്ന് പറയാൻ ദൈവത്തിന് സാധിക്കുകയില്ല. ഈ 3 വേർപാട് അല്ലെങ്കിൽ 3 മരണം പാപമില്ലാത്ത ഒരുവൻ അനുഭവിക്കണം. പാപമില്ലാത്ത പരിശുദ്ധതയുമായ യേശു ഈ 3 വേർപാട് അനുഭവിക്കാൻ തയ്യാറായി. അതിനാണ് അവിടുന്ന് മനുഷ്യനായത്. കുരിശിൽ യേശു മരിച്ചപ്പോൾ മരിക്കുന്നതിന് മുമ്പ് പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്നു. ദൈവത്താൽ യേശു കൈവിടപ്പെട്ടു. യേശു ഒറ്റയായി. 2ാമത് യേശു കുരിശിൽ അനുഭവിച്ചതെല്ലാം നരകമായിരുന്നു. 3ാമത് യേശുവിൻ്റെ ശരീരത്തിൽ ജീവനും അല്ലെങ്കിൽ ആത്മാവും വേർപെട്ടു. അതാണ് യേശുവിന് മരണത്തിൻ്റെ പ്രത്യേകത. പാപി മരിക്കേണ്ട സ്ഥാനത്ത് പാപിക്ക് പകരം യേശു മരിച്ചു. അതോടെ ദൈവനീതിക്ക് തൃപ്തിയായി, രക്ഷാമാർഗമായി. പ്രിയപ്പെട്ടവരെ, മനുഷ്യ രാശി ഇനി ഈ ഭൂമിയിൽ ജനിക്കാനുള്ള അവസാനത്തെ ശിശുവിന് വരെയും ഉള്ള ശിക്ഷ യേശു അനുഭവിച്ചു, നരകം യേശു അനുഭവിച്ചു. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് രക്ഷ കിട്ടും. ഏദൻ തോട്ടത്തിലെ ആദാമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ പാപം അവിശ്വാസമായിരുന്നു. ദൈവം പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. പഴംതിരുനാളിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞത് വിശ്വസിച്ചില്ല. പിശാചിന്റെ പ്രേരണ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും
എന്നാണ് പിശാച് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിച്ചു, പിശാചിന്റെ വാക്ക് വിശ്വസിച്ചു. അതായിരുന്നു ഏദൻ തോട്ടത്തിലെ പാപം. അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വാസത്താൽ രക്ഷിക്കണമെങ്കിൽ ഒരു രക്ഷാമാർഗം ഉണ്ടാകണം. ആ രക്ഷാമാർഗം കുരിശിലെ യാഗമരണത്താൽ യേശു ഒരുക്കി. ആ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുകയാണ്. അറിയുന്ന ആളുകൾ യേശുവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുകയാണ്. അപ്പോൾ അവിശ്വാസ നിമിത്തം മനുഷ്യൻ പാപിയായി, വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു, ദൈവമക്കളായിത്തീരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണമാണ് ഇതിനൊക്കെ അടിസ്ഥാനം. അതാണ് യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ യേശു കുരിശിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യ സമയത്ത് പ്രവചനപ്രകാരം മരിക്കാനിടയായപ്പോൾ യേശുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ യേശുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് യേശു ആരെന്ന് മനസ്സിലായി. ഇപ്പോൾ റോമ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ, മന്ത്രി എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്, ഒരു ഉന്നതനായ മനുഷ്യൻ, അദ്ദേഹം പീലാത്തോസിന്റെ അടുക്കൽ വന്ന് ധൈര്യത്തോടെ യേശുവിന്റെ ശരീരം അടക്കുവാൻ എനിക്ക് നൽകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഉന്നതരായ ആളുകൾ, ശ്രേഷ്ഠ മന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന തലത്തിലുള്ള ആളുകൾ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകുകയാണ്. നമുക്കറിയാം, കുറെ കഴിയുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 3000 ആഢ്യന്മാരായ യഹൂദന്മാർ വിശ്വസിച്ച് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. പിന്നീട് 5000 പിന്നീട് പുരോഹിതന്മാരിലും പലർ വിശ്വാസനാധീനരായി. പിന്നീട് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ വിശ്വാസിയായി. യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്ന പൗലൂസ്, അദ്ദേഹം വിശ്വാസിയായി. അതുപോലെ പട്ടാള മേധാവിയായിരുന്ന കൊർന്നല്യോസ്, അദ്ദേഹം വിശ്വാസിയായി. കാരാഗ്ര പ്രമാണിയായിരുന്ന മനുഷ്യൻ, അദ്ദേഹം വിശ്വാസിയായി. അപ്പോൾ യേശുവിനെ അനുഗമിക്കുവാൻ ഉന്നതരായ ആളുകൾ ഉണ്ടാവുകയാണ്. ചില ആളുകൾ ആക്ഷേപം പറയാറുണ്ട്, യേശുവിനെയൊക്കെ ആളുകൾ അനുഗമിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പിന്നാലെ ആളുകൾ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നന്മ നൽകുന്നത് കൊണ്ടാണ്. ഈ ശ്രേഷ്ഠ മന്ത്രിക്ക് ആര് എന്ത് ഭൗതിക നന്മ നൽകി? ഷണ്ണനായ അല്ലെങ്കിൽ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിക്ക് ആര് ഭൗതിക നന്മ നൽകി? പൗലൂസിന് ആര് ഭൗതിക നന്മ നൽകി? കൊർന്നല്യോസിന്, പട്ടാള മേധാവിക്ക് ആര് ഭൗതിക നന്മ നൽകി? കാരാഗ്രഹപ്രമാണിക്ക് ആര് ഭൗതിക നന്മ നൽകി? പ്രിയപ്പെട്ടവരെ, ഭൗതിക നന്മകൾ ഒക്കെ പ്രതീക്ഷിച്ച ആളുകൾ വരികയോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരപ്പെടുകയോ ഒക്കെ ചെയ്യാനൊന്നും വലിയ നിലനിൽപ്പില്ല. എന്നാൽ കഴിഞ്ഞ 2000 കൊല്ലക്കാലമായി യേശുക്രിസ്തുവിന്റെ മാർഗം വർത്തമാനമായി കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം യേശു പാപികൾക്ക് വേണ്ടി മരിച്ച് എല്ലാവർക്കും വേണ്ടി രക്ഷാമാർഗം ഒരുക്കി. അതാണ് ഇവിടെ ഇതാ ഒരു ശ്രേഷ്ഠ മന്ത്രി, ഉന്നതനായ മനുഷ്യൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക മാത്രമല്ല, ഇതുവരെ രഹസ്യ ശിഷ്യനായിരുന്ന അദ്ദേഹം പരസ്യമായ നിലപാടെടുക്കുകയാണ്. അതുകൊണ്ട് രാജ്യദ്രോഹം കുറ്റം ചുമത്തി റോമ ഗവൺമെന്റ് നാടുവാഴി വിസ്തരിച്ച് വിധിച്ച് കുരിശിച്ചു കൊന്ന യേശുവിന്റെ ശരീരമെടുത്ത് അടക്കാൻ തയ്യാറായതിന്റെ പേരിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടാൻ, ജോലിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജോലിയേക്കാൾ യേശുവിനെ സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാകുകയാണ്. ഇതാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ആരും ഒന്നും കൊടുക്കാതെ, ആരും ഒന്നും ഓഫർ ചെയ്യാതെ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിന്റെ പിന്നാലെ അവർ യാത്ര ചെയ്യുന്നു. ഇതാണ് ക്രിസ്തു മാർഗത്തിന്റെ രഹസ്യം, വിജയം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.